2026 മെയ് മാസത്തിൽ നടന്ന PSCയുടെ അറ്റൻഡ് 10th മെയിൻസ് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെച്ച ട്രീറ്റീസ്, ഡിക്ലറേഷൻ, എഗ്രിമെൻറ്റ്സ് എല്ലാം എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷിംല കരാറ്, താഷ്കന്റ് കരാറ്, സിന്ധു നദീജല കരാറ്. ഈ 3 കരാറുകളുമാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അഥവാ സിന്ധു റിവർ ട്രീറ്റി 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. 1960 സെപ്റ്റംബർ 19 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും. ഇതിൻ്റെ പർപ്പസ് എ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ട്രീറ്റി worked by the World Bank to share the waters of the Indus River system. It allocated the eastern rivers Ravi, Bias, Satluj to India and the western rivers Indus, Jhelum, Chenab to Pakistan. അതായത് സിന്ധു നദിയിലെ ജലം പങ്കുവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇതിൽ ഈസ്റ്റേൺ റിവേഴ്സ് ആയിട്ടുള്ള സിന്ധുവിൻ്റെ നദികളായിട്ട് വരുന്ന രവി, ബിയ, സത്ലജ് എന്നിവ ഇന്ത്യക്കും, രവി, ബിയ, സത്ലജ് എന്നിവ ഇന്ത്യക്കും, ഇൻഡസ്, ജലം, ചിനാബ് എന്നിവ പാകിസ്ഥാനും നൽകി. ഇന്ത്യക്ക് നൽകിയവ രവി, ബിയാസ്, സത്ലജ്. രവി, ബിയ, സത്ലജ്. പാകിസ്ഥാന് കൊടുത്തത് ഇൻഡസ്, ജലം, ചെനാബ്. ഇൻഡസ്, ജലം, ചെനാബ്. അതിൽ 30% ഇന്ത്യക്കും 70% പാകിസ്ഥാനും എന്ന അനുപാതത്തിലാണ് ജലം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. താഷ്കന്റ് ഡിക്ലറേഷൻ 1966 ജനുവരി 10. താഷ്കന്റ് ഡിക്ലറേഷൻ 1966 ജനുവരി 10. പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റായ മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നിട്ടാണ് താഷ്കന്റ് ഡിക്ലറേഷൻ ഒപ്പുവെച്ചത്. 1966 ജനുവരി 10 ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനും. ഇതിന്റെ പേർപ്പസ് എ പീസ് എഗ്രിമെന്റ് മീഡിയേറ്റഡ് ബൈ ദി സോവിയറ്റ് യൂണിയൻ ടു എൻഡ് ദി ഇൻഡോ പാകിസ്ഥാനി വാർ ഓഫ് 1965. ഇറ്റ് മാൻഡേറ്റഡ് ദി വിഡ്രോവൽ ഓഫ് ഫോഴ്സസ് ടു പ്രീ കോൺഫ്ലിക്റ്റ് പൊസിഷൻസ്. ഇത് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു. ഇൻഡോ പാകിസ്ഥാനി വാർ 1965 നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ്റെ മീഡിയേഷനിലാണ് വന്നത്. ആദ്യത്തെ കരാറായിട്ടുള്ള ഇൻഡസ് വാട്ടർ ട്രീറ്റി വേൾഡ് ബാങ്ക് ആണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. എന്നാൽ താഷ്കന്റിൽ സോവിയറ്റ് യൂണിയൻ ആണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. ഷിംല എഗ്രിമെന്റ് സൈൻ ചെയ്തത് 1972 ജൂലൈ 2 1972 ജൂലൈ 2 ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന്റെ പ്രസിഡന്റായ സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്നിട്ടാണ് ഒപ്പുവെച്ചത്. ഇതിന്റെ പേർപ്പസ് എ പീസ് ട്രീറ്റി സൈൻഡ് ഫോളോയിങ് ദി 1971 വാർ. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദി ലൈൻ ഓഫ് കൺട്രോൾ ഇൻ കാശ്മീർ ആൻഡ് കമ്മിറ്റഡ് ബോത്ത് നാഷൻസ് ടു റീസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് ത്രൂ ബൈലേറ്ററൽ നെഗോസിയേഷൻസ് വിത്തൗട്ട് തേർഡ് പാർട്ടി റെഫറൻസസ്. ഇതിലൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നില്ല. 1971 യുദ്ധം നിർത്തിവെക്കാൻ കാരണമായത് ഈ ട്രീറ്റിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയായ ലൈൻ ഓഫ് കൺട്രോൾ രൂപീകരിച്ചതും ഈ ട്രീറ്റി വഴിയാണ്. ഇതിലൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നില്ല. ഈ 3 എഗ്രിമെന്റ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ക്രൊണോളജിക്കൽ ഓർഡർ ചോദിക്കാം. ആദ്യം വന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റി ആണ്, പിന്നീട് താഷ്കന്റ്, അതിനുശേഷം ഷിംല. ഇൻഡസ് വാട്ടറിൽ നെഗോസിയേഷൻ എടുത്തത് വേൾഡ് ബാങ്ക് ആണ്. താഷ്കന്റിൽ സോവിയറ്റ് യൂണിയൻ. സിംലയിൽ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻറ്റർഫറൻസ് ഇല്ലായിരുന്നു.